ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സമാന്തരമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി പോവുകയാണ്. അതായത് ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ കേസിനകത്ത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിച്ച് ഇവർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ഇ വിശദമായി ചോദ്യം ചെയ്തു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കേസിനകത്തെ നിർണായക നീക്കമാണ് ഇ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ശബരിമലയിലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം വിറ്റ പണം ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത്, ആരെല്ലാമാണ് ഈ പണത്തിന്റെ ഉപഭോക്താക്കൾ, പണത്തിന്റെ സ്രോതസ് എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കലാണ് ഇ പണി. അതുകൊണ്ട് തന്നെ ഇ അന്വേഷണം പലരുടെയും ഉറക്കം കെടുത്തുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കുറ്റവാളികൾ തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് വരുമോ എന്നതാണ് കണ്ടറിയാനുള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇ നിർണായക നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇ അന്വേഷണത്തിൽ ഇനി ഭയക്കുന്നത് ആരൊക്കെ, ആരുടെയെല്ലാം മുട്ടുവിറയ്ക്കും, വിശദമായി പരിശോധിക്കാം. സൗപർണിക PS ആണ് കൂടെയുള്ളത്. അതായത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇ മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുമ്പോൾ ഇ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും, ഇതിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇ അന്വേഷണം ശക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ഇ കേസിൽ പിടിമുറുക്കുമ്പോൾ എന്തെല്ലാമാണ് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നത്, ആരെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭയത്തിൽ കഴിയുന്ന ആളുകൾ? കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ അടുത്ത ഇ ചോദ്യം ചെയ്യാനായിരിക്കും വിളിപ്പിക്കുന്നത്. കാര്യം മുരാരി ബാബുവിനെ അങ്ങനെ ആയിരുന്നല്ലോ. മുരാരി ബാബു ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും പിന്നീട് ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഈ കേസിലെ ഒന്നാം പ്രതിയാണ്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ മാത്രമായിരിക്കും ഇ കൈകാര്യം ചെയ്യുക എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ SIT മന്ദഗതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ SIT മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിലല്ല എന്ന് രാഷ്ട്രീയ കേരളം പറയുന്നു, പ്രതിപക്ഷം പറയുന്നു, വിശ്വാസി സമൂഹം പറയുന്നു. പക്ഷെ അപ്പോഴും ഹൈക്കോടതിയുടെ ഇടപെടൽ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാവുകയും ഇപ്പൊ ഇ നിർണായകമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അറിയാൻ കഴിയും ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാമ്പത്തിക ഇടപാടിൽ ആരൊക്കെ ഏർപ്പെട്ടിരുന്നു, ആർക്കൊക്കെ ആയിരുന്നു ഈ വിഷയത്തിൽ സാമ്പത്തിക ഇടപാടിൽ ബന്ധമുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമോ, അല്ലെങ്കിൽ ഇഡിക്ക് കിട്ടുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഇഡിക്ക് കിട്ടുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ നിർണായകമായ ആരെങ്കിലും കുടുങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇ ചോദ്യം ചെയ്യുമ്പോൾ ഇത്രത്തോളം കൂളായി ഇറങ്ങി വരാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാര്യം നിലവിൽ SITയുടെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ SIT ആണ് അറസ്റ്റ് ചെയ്തത്, നിലവിൽ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇ ചോദ്യം ചെയ്യുമ്പോൾ കുടുങ്ങുമോ എന്നൊരു ചോദ്യമുണ്ട്. മറിച്ച് മറുവശത്ത് ഈ പറയുന്ന പോലെ CPM BJP അന്തർധാരയാണ് ഇതിന് പിന്നിലെങ്കിൽ ഇഡിയുടെ ഈ കാണിക്കുന്നതെല്ലാം ഇ കാണിക്കുന്ന വെറും പ്രഹസനമാകുമോ എന്നൊരു ചോദ്യം കൂടി കേരളം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അന്വേഷണ സംഘം അതിന്റെ കൃത്യമായി കാര്യക്ഷമതയോടുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് തിരികൊളുത്തും, അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുരാരി ബാബു ജാമ്യം നേടി പുറത്തിറങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ ഇ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രതീക്ഷ. എന്തായാലും ഈ കേസിനകത്ത് ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതേ സമാന്തരമായി തന്നെയാണ് ഇ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കേസിനകത്ത് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നത് കേരളീയ സമൂഹത്തിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അത് UDF അല്ലെങ്കിൽ LDF ഏത് നേതാക്കന്മാരുടെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിലും അത് രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തുമടക്കം ഈ വിഷയം ഇരുപക്ഷങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇരുപക്ഷങ്ങളും ഇതുപോലെ ഈ പറയുന്ന പോലെ സമരങ്ങൾ സഭയ്ക്കകത്തും പുറത്തും നടത്തുമ്പോൾ BJPയുടെ നിലപാടും അതിശയം ജനിപ്പിക്കുന്നത് തന്നെയല്ലേ?
തീർച്ചയായും BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട എടുത്ത നിലപാട് പലപ്പോഴും സംശയത്തിനിടയാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കേസിനകത്ത് അറസ്റ്റിലായ ആളുകൾ മുഴുവൻ ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറുഭാഗത്ത് ഭരണപക്ഷം പറയുന്നത് UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പേരുകൾ പറയുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോഴാണ് പലപ്പോഴും അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നത്. എന്തായാലും EDയുടെ അന്വേഷണത്തിലൂടെ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ. അതിപ്പോൾ അടൂർ പ്രകാശ് അല്ല, ആര് അയ്യപ്പന്റെ സ്വർണം കട്ടാലും അവർ അഴിക്കുള്ളിൽ പോകണം എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട്. അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഒന്നും തന്നെയില്ല. അവിടെയാണ് ED അന്വേഷണം പ്രസക്തമാകുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ കേസിനകത്ത് നിർണായകമായ ഇടപെടൽ നടത്തിയ വ്യക്തി എന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ഇതിലെ പണം ആർക്കെല്ലാം നൽകിയിട്ടുണ്ട്, ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം ഏതെല്ലാം വഴിക്കാണ് പോയത്, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ത് എന്ന കാര്യമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ കൃത്യമായി അറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം ലഭിച്ചിട്ടുണ്ട്, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്, അതിൽ കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി, BJP ആയാലും ശരി, മുസ്ലിം ലീഗ് ആയാലും ശരി, കേരള കോൺഗ്രസ് ആയാലും ശരി, ഏത് പാർട്ടി നേതാവാണ് അയ്യപ്പന്റെ സ്വർണം കട്ട പണം പങ്കുവെച്ച് എടുത്തതെങ്കിൽ ആരായാലും ശരി അവരെ ജയിലഴിക്കുള്ളിലാക്കണം എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ കേരളീയ സമൂഹം ഇത്രത്തോളം പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ നിർണായകമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും അന്വേഷണ സംഘം കടക്കും. നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധത്തിലായ CPM ED അന്വേഷണത്തെ ഭയക്കുന്നില്ലേ? തീർച്ചയായും ED ശരിയായ ദിശയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസിൽ ഒരു അട്ടിമറി ഉണ്ടാകാതെ ED മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് CPM-നെ വെട്ടിലാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ആദ്യം മുതലേ വെട്ടിലാക്കിയത് CPM-നെയാണ്. പത്മകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്തപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായ പാർട്ടി പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞില്ല, ചേർത്ത് പിടിച്ചു. അത് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ മേലുള്ള ഒരു ചോദ്യചിഹ്നമായി. എന്തുകൊണ്ട് പാർട്ടി തള്ളിപ്പറയുന്നില്ല എന്നായി പാർട്ടിയുടെ മേലുണ്ടായിരുന്ന വിശ്വാസത്തെ പോലും തകർക്കുന്ന തരത്തിലായി. അപ്പൊ ഇത്തരത്തിൽ ED കേസുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, SIT ചോദ്യം ചെയ്തതെല്ലാം CPM-ന് വേണ്ടപ്പെട്ടവരാണ്. ED കൂടി അത്തരത്തിൽ CPM-ന് വേണ്ടപ്പെട്ടവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ CPM വീണ്ടും ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കണം എന്നറിയാൻ കഴിയാത്ത തലത്തിലേക്ക് പോകും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒന്നും ചെയ്യാനാകത്ത. ഇപ്പൊ വീടാന്തരം കയറി പറയുമ്പോൾ പോലും പറയുന്നുണ്ട് ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെ തള്ളിപ്പറയാത്തതിലടക്കം എന്ത് നിലപാടെടുക്കുമെന്ന് അറിയാത്ത CPM ED കൂടി ഈ വിഷയത്തിൽ CPM-നെ വരിഞ്ഞു മുറുകുകയാണെങ്കിൽ കേരളത്തിന് മുന്നിൽ CPM തലതാഴ്ത്തി നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ED അന്വേഷണത്തെ ഭയക്കുന്നത്. ഒരു വശത്ത് ED അന്വേഷിക്കുമ്പോൾ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിന് ആശ്വാസം നൽകുന്ന ഒരു വിധി, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം കെട്ട ആളുകളെ എല്ലാം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആരെയും വെറുതെ വിടില്ല, അല്ലെങ്കിൽ ശബരിമല അയ്യന്റെ സ്വർണം കെട്ട ആർക്കും മാപ്പില്ല എന്ന തരത്തിലാണ് ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതിയുടെ നിലപാട് ഇപ്പോൾ വരെയും വിശ്വാസി സമൂഹത്തിനും കേരള പൊതുസമൂഹത്തിനും ഒപ്പമാണ്. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ഈ കേസ് ശരിയായ ദിശയിൽ അവസാനിക്കുക. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ED കൈക്കൊള്ളുന്ന നിലപാടുകളും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ആളുകളുടെ മൊഴികളും ഈ കേസിനകത്ത് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.